ഇന്നത്തെ കഥ. അകലെ മാഞ്ഞ മഴവില്ല്. മായുടെയും അഞ്ജലിയുടെയും സൗഹൃദം അവരുടെ ഗ്രാമത്തിലെ തെളിഞ്ഞ പുഴ പോലെയായിരുന്നു. എല്ലാ കാര്യങ്ങളിലും ഒരുമിച്ചായിരുന്നു അവർ. ഒരാളുടെ സങ്കടം മറ്റൊരാളുടെ കണ്ണു നയിക്കും, ഒരാളുടെ സന്തോഷം മറ്റൊരാളുടെ ചുണ്ടിൽ ചിരി വിരിയിക്കും. കോളേജ് കാലം കഴിഞ്ഞ് രണ്ടുപേരും അടുത്തടുത്തുള്ള പട്ടണങ്ങളിൽ ജോലിക്ക് കയറിയപ്പോഴും ആ സൗഹൃദത്തിന് ഒരു കോട്ടവും തട്ടിയിരുന്നില്ല. എല്ലാ ഞായറാഴ്ചകളിലും അവർ കണ്ടുമുട്ടും, ആഴ്ചയിലെ വിശേഷങ്ങൾ പങ്കുവയ്ക്കും, പഴയ ഓർമ്മകളുടെ മധുരം നുണയും. അവരുടെ സൗഹൃദത്തിന്റെ ആകാശം ഇരുണ്ടു തുടങ്ങിയത് വളരെ പതുക്കെയായിരുന്നു. മായയ്ക്ക് അവളുടെ ജോലിസ്ഥലത്ത് ഒരു വലിയ പ്രൊജക്ടിന്റെ ചുമതല കിട്ടി. അതോടെ അവളുടെ ലോകം ആ ഓഫീസിലേക്ക് ചുരുങ്ങി. ഉറക്കമില്ലാത്ത രാത്രികളും തിരക്കേറിയ പകലുകളും. ഇതിനിടയിൽ അഞ്ജലിയുടെ കോളുകൾ പലപ്പോഴും എടുക്കാൻ കഴിഞ്ഞില്ല. വിളിക്കുമ്പോൾ തന്നെ "അഞ്ജു, ഞാൻ തിരക്കിലാണ്, പിന്നെ വിളിക്കാം" എന്ന് പല്ലവി ആവർത്തിച്ചു. ആദ്യമൊക്കെ അഞ്ജലിക്ക് അത് മനസ്സിലാക്കാമായിരുന്നു. അവൾ മായയുടെ വിജയത്തിൽ സന്തോഷിച്ചു. എന്നാൽ ദിവസങ്ങൾ ആഴ്ചകളായപ്പോൾ, ആ നീണ്ട സംഭാഷണങ്ങളും കളിച്ചിരികളും ഇല്ലാതായപ്പോൾ അവൾക്ക് ഒറ്റപ്പെടൽ തോന്നിത്തുടങ്ങി. മായയുടെ പിറന്നാളിന് സർപ്രൈസ് കൊടുക്കാൻ കേക്കുമായി അവളുടെ ഫ്ളാറ്റിൽ ചെന്ന അഞ്ജലിയെ വരവേറ്റത് പൂട്ടിയ വാതിലായിരുന്നു. ഫോണിൽ വിളിച്ചപ്പോൾ "സോറി അഞ്ജു, ഇന്ന് ഒരു മീറ്റിംഗ് കാരണം വരാൻ പറ്റില്ല" എന്നൊരു മെസ്സേജ് മാത്രം. ആ നിമിഷം അഞ്ജലിയുടെ ഹൃദയം വേദനിച്ചു. തന്റെ കൂട്ടുകാരിക്ക് തന്നെക്കാൾ വലുത് ജോലിയാണോ എന്ന് അവൾ സംശയിച്ചു. അഞ്ജലി പതിയെ പിന്നോട്ട് വലിയാൻ തുടങ്ങി. അവൾ വിളിക്കുന്നത് നിർത്തി. മായ തന്റെ തിരക്കുകൾക്കിടയിൽ ഈ അകൽച്ച ആദ്യം ശ്രദ്ധിച്ചില്ല. എന്നാൽ ഒരു വൈകുന്നേരം പ്രൊജക്ട് വിജയകരമായി പൂർത്തിയാക്കിയ ശേഷം ആ സന്തോഷം പങ്കുവയ്ക്കാൻ അവൾ ആദ്യം വിളിച്ചത് അഞ്ജലിയെ ആയിരുന്നു. ഫോൺ റിംഗ് ചെയ്തു നിന്നു. പലതവണ വിളിച്ചിട്ടും മറുപടിയില്ലാതായപ്പോൾ മായയുടെ നെഞ്ചിൽ ഒരു ഭാരം വന്നു നിറഞ്ഞു. അപ്പോഴാണ് അവൾ ഓർക്കുന്നത്, എത്ര ദിവസമായി താൻ അഞ്ജലിയോട് ശരിക്കൊന്ന് സംസാരിച്ചിട്ട്. അവളുടെ പിറന്നാളിനു പോലും ഒരു നല്ല വാക്ക് പറയാൻ തനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന കുറ്റബോധം അവളെ പൊതിഞ്ഞു. പിറ്റേന്ന് രാവിലെ മായ നേരെ അഞ്ജലിയുടെ ഫ്ളാറ്റിലേക്ക് വണ്ടി ഓടിച്ചു. വാതിൽ തുറന്ന അഞ്ജലിയുടെ മുഖം നിർവികാരമായിരുന്നു. അവളുടെ കണ്ണുകളിലെ പഴയ തിളക്കം മാഞ്ഞുപോയിരുന്നു. "അഞ്ജു," മായയുടെ ശബ്ദം ഇടറി. "എന്നോട് ക്ഷമിക്കണം. ഞാൻ അഞ്ജലി ഒന്നും മിണ്ടിയില്ല. അവളുടെ മൗനം മായയുടെ ഹൃദയത്തിൽ കഠാര പോലെ കുത്തിയിറങ്ങി. "നിനക്ക് ദേഷ്യമാണെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. ആ പ്രൊജക്ടിന്റെ തിരക്കിൽ ഞാൻ എന്നെത്തന്നെ മറന്നുപോയി. എന്റെ ലോകം ആ ലാപ്ടോപ്പിൽ ഒതുങ്ങി. പക്ഷേ ഇന്നലെ ആ വിജയം ആഘോഷിക്കാൻ വിളിച്ചപ്പോൾ നീ ഫോൺ എടുക്കാതിരുന്ന നിമിഷം എനിക്ക് മനസ്സിലായി എനിക്ക് എന്താണ് നഷ്ടപ്പെട്ടതെന്ന്." മായയുടെ കണ്ണുകൾ നിറഞ്ഞു. അഞ്ജലിയുടെ മുഖത്തെ ഭാവം പതിയെ മാറി. അവൾ മായയുടെ നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കി. അവിടെ സത്യസന്ധമായ കുറ്റബോധം അവൾക്ക് കാണാമായിരുന്നു. "നിന്റെ തിരക്കുകൾ എനിക്ക് മനസ്സിലാവും മായേ. പക്ഷേ ആ പിറന്നാൾ ദിവസം ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു. നീയില്ലാതെ എന്ത് ആഘോഷമാണ്." അഞ്ജലിയുടെ ശബ്ദവും നേർത്തു. മായ അഞ്ജലിയുടെ കൈകളിൽ പിടിച്ചു. "ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കില്ല. എത്ര വലിയ തിരക്കിനിടയിലും എന്റെ അഞ്ജുവിന് വേണ്ടി സമയം ഞാനീ കണ്ടെത്തും. എനിക്ക് നിന്നെ വേണം." ആ വാക്കുകൾ അഞ്ജലിയുടെ ഹൃദയത്തിലെ മഞ്ഞുരുക്കി. അവൾ മായയെ കെട്ടിപ്പിടിച്ചു. രണ്ടുപേരുടെയും കണ്ണുനീർ ആ പിണക്കത്തിന്റെ കറകളെ കഴുകിക്കളഞ്ഞു. അല്പനേരത്തെ മൗനത്തിനു ശേഷം അഞ്ജലി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "എങ്കിൽ വാ, നമുക്ക് നമ്മുടെ പഴയ ചായക്കടയിൽ പോയി ഒരു ചായ കുടിക്കാം. എന്നിട്ട് വേണം എനിക്ക് നിന്റെ പ്രൊജക്ടിന്റെ കഥ കേൾക്കാൻ." പുറത്ത് ചാറ്റൽ മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. ആ മഴത്തുള്ളികൾ പോലെ അവരുടെ സൗഹൃദം വീണ്ടും തളിർത്തു. എത്ര വലിയ കൊടുങ്കാറ്റടിച്ചാലും ആഴത്തിലുള്ള സൗഹൃദത്തിന്റെ വേരുകൾ അറ്റുപോവില്ലെന്ന് അവർ തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു അത്. അകലെ മാഞ്ഞുപോയെന്ന് കരുതിയ മഴവില്ല് അവരുടെ സ്നേഹത്തിൽ കൂടുതൽ വർണ്ണങ്ങളോടെ വീണ്ടും തെളിഞ്ഞുവന്നു.